കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 3 ഗവേണൻസ് ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യയിൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവേണൻസ് ആ ടോപ്പിക്ക് വരെയായിരുന്നു നോക്കിയിരുന്നത്. സ്റ്റേറ്റ് ഗവേണൻസ് വരെ നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് ലെവലിലുള്ള ഗവേണൻസ് വരെ. ഇനി ലോക്കൽ ലെവൽ ഗവേണൻസ് മുതലാണ് അങ്ങോട്ട് പോകേണ്ടത്. ഓക്കെ, അന്ന് നമ്മൾ ഓർഡിനൻസിൽ പറഞ്ഞു നിർത്തിയിരുന്നു. എന്താണ് ഓർഡിനൻസ്? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് സമ്മേളിക്കാതെ അല്ലെങ്കിൽ നിയമസഭ സമ്മേളിക്കാതെ ഗവർണർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡൻറ്റിന് നിയമം നിർമ്മിക്കുന്നതിനുള്ള അവകാശത്തിനെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗവേണൻസ് അറ്റ് ലോക്കൽ ലെവൽ പഠിക്കാം. അടുത്തത് സോഷ്യൽ ഓഡിറ്റാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെയും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവിനെയൊക്കെ കൂടുതൽ സുതാര്യവും അഴിമതിരഹിതവും ഒക്കെ ആക്കാനും പിന്നെ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ഗവൺമെൻറ്റിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കൊണ്ടുവന്ന കുറേ ടൂൾസാണ്. എന്താണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് നോക്കാം. ഇൻ ഇന്ത്യ, സോഷ്യൽ ഓഡിറ്റ് ആസ് ആൻ എംപവർമെൻറ്റ് ടൂൾ വാസ് ഇൻസർട്ടഡ് ആസ് പാർട്ട് ഓഫ് MGNREGA ആക്ട് 2005. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005 ഭാഗമായിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ വരുന്നത്. The mechanism of social audit enabled the citizens to directly participate in the governance process to track the discrepancies between allocation of fund and utilization of fund. അതായത് ഈ മെക്കാനിസത്തിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൗരന്മാർക്ക് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നു ഗവർണൻസ് പ്രോസസ്സിൽ. ഭരണനിർവഹണത്തിൽ പൗരന്മാർക്ക് ഡയറക്റ്റായിട്ട് പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ടു ട്രാക്ക് ദ ഡിസ്ക്രിപ്ഷൻസീസ് ബിറ്റ്വീൻ അലോക്കേഷൻ ഓഫ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഇത്ര ഫണ്ട് അവർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു വരുന്നുണ്ട്, അതുപോലെ അവർ എത്ര ആ ഫണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതും തമ്മിലുള്ള ഈ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ ദൂരീകരിക്കുക എന്നതാണ് ഈ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ്ലി ദ റെക്കോർഡ്സ് റിലേറ്റഡ് ടു ദ ഗവൺമെൻറ് പ്രോജക്റ്റ് ആർ കളക്റ്റഡ്. ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഗവൺമെൻറ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കളക്ട് ചെയ്യും. സെക്കൻഡ്ലി, സിറ്റിസൺ സർവീസ് ആൻഡ് സ്പോട്ട് ഇൻസ്പെക്ഷൻസ് ആർ കണ്ടക്റ്റഡ് ബൈ ദ സോഷ്യൽ ഓഡിറ്റേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് സിവിൽ സൊസൈറ്റി. അതായത് സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള സോഷ്യൽ ഓഡിറ്റേഴ്സിൻ്റെ ഇൻസ്പെക്ഷൻസ് രണ്ടാമത് നടക്കുന്നു. മൂന്നാമത്തത് റെക്കോർഡ്സ് ആർ സ്ക്രൂട്ടനൈസ് ടു ഫൈൻഡ് എനി മിസ് അപ്രോപ്രിയേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് റെക്കോർഡുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. എന്തെങ്കിലും മിസ് അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടോ, വിഭവങ്ങളുടെ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ദീസ് പ്രിലിമിനറി സ്റ്റെപ്സ് ദാറ്റ് ദ സോഷ്യൽ ഓഡിറ്റ് ഹോൾഡ് ഒഫീഷ്യൽ ഡയറക്ട്ലി അക്കൗണ്ടബിൾ അറ്റ് ദ പബ്ലിക് ഹിയറിംഗ്. ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞാൽ മാത്രമാണ് സോഷ്യൽ ഓഡിറ്റ് എന്തിന് കൈമാറുകയുള്ളൂ, പബ്ലിക് ഹിയറിങ്ങിനായിട്ട് കൈമാറുകയുള്ളൂ. ദ പബ്ലിക് ഹിയറിംഗ് ഈസ് യൂഷ്വലി അറ്റൻഡഡ് ബൈ ഗ്രാമസഭ മെമ്പേഴ്സ്, ലോക്കൽ ഒഫീഷ്യൽസ് ആൻഡ് അതർ കൺസേൺഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പബ്ലിക് ഹിയറിംഗ് ആരൊക്കെ ഉണ്ടാവും? ഗ്രാമസഭയിലുള്ള ആളുകളുണ്ടാവും, അതുപോലെ ലോക്കൽ ഒഫീഷ്യൽസ് ഉണ്ടാകും, പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൽ ആരെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു, ആ ഒരു പ്രോജക്റ്റുമായിട്ട് അവരെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. Further follow-up actions are conducted after the hearing with regard to identifying, planning and prioritizing of projects. It has to be noted that projects are generally initiated based on the annual village plans. അതിനുശേഷമാണ് പ്ലാനിങ്, ഒരു പ്രോജക്റ്റിൻ്റെ പ്ലാനിങ്, പിന്നെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ അതിൻ്റെ പ്രയോറിറ്റീസ് ഒക്കെ തീരുമാനിക്കുന്നത് ഈ പബ്ലിക് ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ആനുവൽ വില്ലേജ് പ്ലാൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റ് എല്ലാം തയ്യാറാക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ദ സോഷ്യൽ ഓഡിറ്റ് മേ സെർവ് ആസ് ആൻ അക്കൗണ്ടബിലിറ്റി ടൂൾ ഇൻ സെവറൽ സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ പിൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരാൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഈ ആ ഉത്തരവാദിത്തം കൊണ്ടുവരുന്നതിൽ ഒരു വലിയ ഒരു പങ്കാണ് ഈ സോഷ്യൽ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. In April 2017, the state of Meghalaya passed legislation on the social audit called the Meghalaya Community Participation and Public Service Social Audit Act. The mandated social audit as an integral part of governance. അതൊന്നും നോക്കണ്ട, അതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവർണൻസിലോട്ടാണ് പോകുന്നത്.
ഈ ലോക്കൽ ലെവൽ ഗവർണൻസിൻ്റെ ഒരു എക്സാമ്പിൾ കേസ് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് ഓൺ June 1, 2014 ഗാരി ഫീമ വില്ലേജ്, നാഗാലാൻഡിലെ ഒരു വില്ലേജാണ്, വാസ് ഡിക്ലെയർഡ് ആസ് ഇന്ത്യസ് ഫസ്റ്റ് ടൊബാക്കോ ഫ്രീ വില്ലേജ്. അതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു? ആദ്യത്തെ ടൊബാക്കോ വിരുദ്ധ വില്ലേജായിട്ട്, പുകയില വിരുദ്ധ വില്ലേജായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഇറ്റ് വാസ് എ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കംപ്രൈസിങ് ദി ഗെരിഫീമ വില്ലേജ് കൗൺസിൽ, വില്ലേജ് വിഷൻ സെൽ ആൻഡ് വില്ലേജ് സ്റ്റുഡൻസ് യൂണിയൻ. മനസ്സിലായില്ലേ? അതെന്ന് പറഞ്ഞാൽ ആ ഒരു വില്ലേജിനെ ടൊബാക്കോ വിരുദ്ധ വില്ലേജാക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തത് എല്ലാവരും, അതായത് അതിനകത്ത് വരുന്ന വില്ലേജ് കൗൺസിലും വില്ലേജ് വിഷൻ സെല്ലും വില്ലേജ് സ്റ്റുഡൻസ് യൂണിയനും എല്ലാവരും കൂടെ ചേർന്നൊരു കൂട്ടായ ശ്രമത്തിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പം ഒരു ഗ്രാസ് റൂട്ട് ഡെമോക്രസി, അതായത് അടിത്തട്ടിൽ നിന്ന്, വില്ലേജിൽ നിന്നാണ് എന്ത് ചെയ്തത്, അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഫ്രം ദ എബോവ് എക്സാമ്പിൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പവർ ഓഫ് ദി ഗ്രാസ് റൂട്ട് ഡെമോക്രസി. ഇല്ലേ? ഗ്രാസ് റൂട്ട് അടിത്തട്ടിൽ നിന്നുള്ള ജനാധിപത്യത്തിൻ്റെ പവർ കണ്ടില്ലേ? അതാണ് അതിൽ പറയുന്നത്. ഇനി നമ്മൾ റോൾ ഓഫ് ജുഡീഷ്യറിയിലിട്ടാണ് പോകുന്നത്. റോൾ ഓഫ് ജുഡീഷ്യറിയാണ് നെക്സ്റ്റ്. ദ ജുഡീഷ്യറി ഈസ് യുണീക്ലി പ്ലേസ്ഡ് ഇൻ ദ മാട്രിക്സ് ഓഫ് പവർ സ്ട്രക്ചർ വിത്തിൻ ഗവേണൻസ്. നമ്മുടെ ഭരണതലത്തിൽ ജുഡീഷ്യറിക്കുള്ളൊരു സ്ഥാനം, അല്ലെങ്കിൽ കോടതികൾക്കുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനമാണ്, അല്ലേ? യുണീക്കായിട്ടുള്ള സ്ഥാനമാണ്. ഒരിക്കലും ഇത് തമ്മിൽ ലിങ്കില്ല. കോടതി സ്വതന്ത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. The judges are not elected but clearly have the power to check the exercise of authority of elected representatives and appointed officials. ജഡ്ജിനെ എലക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, പക്ഷേ ജഡ്ജസിന് എന്തിനുള്ള അധികാരമുണ്ട്? ജഡ്ജസിന് ഈ അധികാരികളുണ്ടല്ലോ, നമ്മൾ എലക്ട് ചെയ്ത അധികാരികൾ അല്ലെങ്കിൽ മറ്റുള്ള ഒഫീഷ്യൽസ്, ആ ഒഫീഷ്യൽസിൻ്റെ അല്ലെങ്കിൽ ആ അധികാരികൾ ഭരണം നിർവഹിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പവർ നമ്മുടെ ജുഡീഷ്യറിക്കാണ്. The judiciary as an institution is vastly respected and is vested with the power to protect the right and freedom of the people. എന്താണ് ഒരു കോടതിയുടെ ഒരു പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, അത് എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ അവകാശവും അതുപോലെ അവരുടെ സ്വാതന്ത്ര്യവും, അത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഒരു ജുഡീഷ്യറിയുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അതിന് നല്ല രീതിയിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. റെസ്പെക്റ്റ് കിട്ടേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. പിന്നെ ജുഡീഷ്യറിക്ക് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി തീരുമാനം എടുക്കുന്ന ഭരണഘടന അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയ്ക്ക് എതിരായി നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുകയാണെങ്കിൽ ജുഡീഷ്യറിക്ക് ഗവൺമെൻറ്റിനെ താക്കീത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ലേ, ഈ ഭരണഘടന കൃത്യമായിട്ട് ഗവൺമെൻറ്, നമ്മുടെ സർക്കാർ നിർവഹിക്കുന്നുണ്ടോ, അതിനടിസ്ഥാനത്തിലാണോ ഭരണം നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നത് നമ്മുടെ ജുഡീഷ്യറിയാണ്. അതുപോലെ ഈ പൊതു താൽപ്പര്യ ഹർജി കേട്ടിട്ടില്ലേ? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതാണ് പൊതു താൽപ്പര്യ ഹർജി, ലോക അദാലത്ത്, ഇങ്ങനെയുള്ള ടൂൾസ്, ഈ ഉപകരണങ്ങളിലൂടെ എന്താണ് നടത്തുന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ റോളെന്ന് പറയുന്നത്? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന, അല്ലെങ്കിൽ ഭരണഘടന ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ റൈറ്റ് ടു ഫ്രീഡം ആൻഡ് റൈറ്റ്, അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതിന് എവിടെയെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ അവർക്കത് നീതി ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഈ പൊതു താൽപ്പര്യ ഹർജിയും ലോക അദാലത്തും ഒക്കെ കൊണ്ടുവന്ന് പരിഹാരം കാണാൻ കഴിയും. അതൊരു ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ജുഡീഷ്യറിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. When Golaknath versus State of Punjab
case 1967 was overruled by the Keshavananda Bharati versus State of Kerala case. The court was faced with the question whether Parliament could exercise unlimited power to amend the Constitution. ഈ രണ്ട് കേസ് ഭയങ്കര വിവാദമായ കേസുകളാണ്. ഗോലഖ്നാഥ് കേസും പഞ്ചാബ് ഗവൺമെൻറ്റും അതുപോലെ കേശവാനന്ദ ഭാരതി കേസും കേരള ഗവൺമെൻറ്റും തമ്മിലുണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു വിവാദപരമായ ഒരു കേസായിരുന്നു. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ കേസിൽ നമ്മുടെ കോടതി വിധി പറഞ്ഞ സമയത്ത് കോടതിക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ്? പാർലമെൻറ്റ് കുഡ് എക്സസൈസ് അൺലിമിറ്റഡ് പവർ. പാർലമെൻറ്റിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ ഉണ്ടോ എന്ന് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ, അതായത് ഭേദഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. റോൾ ഓഫ് ജുഡീഷ്യറി കേട്ടോ. ഓക്കെ, നമ്മൾ റോൾ ഓഫ് മാർക്കറ്റിലേക്ക് നോക്കാം. റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് ഫാക്ടേഴ്സിൽ ആദ്യത്തേത് റോൾ ഓഫ് മാർക്കറ്റാണ്. 1991 കുറേ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നു. ഈ സാമ്പത്തിക നയങ്ങൾ വന്നതോടുകൂടി തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ ഡെവലപ്മെൻറ്റിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങളിലൊരു മാറ്റം വന്നു. എന്ത് മാറ്റമെന്ന് വെച്ചാൽ ഒരുപാട് ഫിനാൻഷ്യലും അതുപോലെ ടെക്നോളജിക്ക് റിസോഴ്സസ് വേണ്ട പ്രോജക്റ്റുകളൊക്കെ ഗവൺമെൻറ് വേറൊരു രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന വലിയ വലിയ പ്രോജക്റ്റുകളിലെല്ലാം പബ്ലിക് സെക്ടേഴ്സിനെയും കൂടി ഉൾക്കൊള്ളിച്ചു. അവരെയും കൂടെ കൊണ്ടുവന്നിട്ട് ഡെവലപ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അതായത് പബ്ലിക് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ, PPP എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഇതുണ്ടല്ലോ സിയാൽ, കൊച്ചിൻ എയർപോർട്ട്, അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ വന്നതാണ്. പബ്ലിക്കുണ്ട് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് സിയാൽ എയർപോർട്ട് വന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മാത്രമല്ല അതിൽ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൽ ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുകളാണ് അതിൽ ഉള്ള റിസോഴ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് എന്ത് ചെയ്യും? അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തും. അതാണ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. കോൺട്രാക്റ്റിംഗ് ഔട്ട്, ഡൈവെസ്റ്റ്മെൻറ്റ്, ഡീറെഗുലേഷൻ, ലീസ്, ഗ്രീൻഫീൽഡ് പ്രോജക്റ്റ് ആൻഡ് സച്ച് അതർ മെക്കാനിസംസ്. സച്ച് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഹാവ് ബീൻ ഓൺ ബോർഡ് ടു സ്റ്റേ കോമ്പറ്റേറ്റീവ്, entrepreneurial, revenue generating, decentralization of authority and increased quality of public service delivery. അങ്ങനെ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ എന്ത് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞു, അതുപോലെ ഒരു റവന്യൂ വരുമാനം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, പിന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, അതായത് അധികാര വികേന്ദ്രീകരണം. അധികാരം ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ അതിനെ വിഭജിച്ച് പല ആളുകളിലായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ അധികാരം പല കൈകളിലായിട്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന സർവീസ് അല്ലെങ്കിൽ നമ്മളുടെ സേവനങ്ങളിൽ എന്തുണ്ടാവും? ഒരു ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന സേവനങ്ങളിൽ ഒരു ഇൻക്രീസ്ഡ് ക്വാളിറ്റി ഉണ്ടായി. PPP can be understood as a long-term contract between the government and a private company. ഒരു പ്രൈവറ്റ് കമ്പനിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ കാണാം. That may be typically provided for financing, construction, operation and maintenance under a single firm or a കൺസോർഷ്യം. അതായത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു കോൺട്രാക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഫിനാൻസിന് കാശ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ മൊത്തം ഒരു കമ്പനിക്ക് കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ, അത് നടത്തിപ്പ്. ഇപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടൊക്കെ അദാനിക്ക് കൊടുത്തില്ലേ, അവരല്ലേ ഇപ്പം നോക്കുന്നത്. അതൊക്കെ ഈ PPPയിൽ വരുന്നതാണ്. അതുപോലെ മെയിൻ്റെനൻസ്, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. Scholars and practitioners are of the opinion that a project of such magnitude are to be viewed in the context of value for money, which include the following: scope for innovation, incentivizing performance, risk allocation, transparent procedures in bidding process, severe penal action for flouting rule of law, enforcing agencies, etc. അതിനെന്ന് പറഞ്ഞാൽ
സ്കോളാർസ് ഇങ്ങനെയുള്ള പ്രോജക്റ്റിനെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വാല്യൂ ഫോർ മണി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ അതിലൊരു ഇന്നോവേഷൻ, അതായത് പുതുമ കൊണ്ടുവരുന്നതിനൊരു സ്കോപ്പുണ്ട്. പിന്നെ പെർഫോമൻസിനെ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും എന്നൊക്കെയാണ് പ്രാക്ടീഷണേഴ്സ് അതിനെക്കുറിച്ച് പറയുന്നത്. Since PPP project in social sector and infrastructure involve huge investment, user charges are collected to sustain the financial obligations. അതെ, ഇതിന് ഒരുപാട് പൈസ ആവശ്യമായി വരും ഇങ്ങനെയുള്ള ഹ്യൂജ് പ്രോജക്റ്റിന്. അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്ന് അത് ഉപയോഗിക്കുന്നതിൽ ഒരു ഫണ്ട് അവർ കളക്ട് ചെയ്യും. ടോൾ പ്ലാസ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. എന്നിട്ടാണ് അവർ ആ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് തന്നെ എല്ലാം നേരിടുന്നത്. PPC serves as an opportunity to involve market in financing, designing, construction, operation and maintenance of the project. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് ഗവർണൻസിൽ ഇൻവോൾവ് ആവുന്നതെന്ന്? അതായത് അവർക്ക് ഫിനാൻസ് ചെയ്യാനും അതുപോലെ ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ഷൻ നടത്താനും ഓപ്പറേഷൻ നടത്താനും മെയിൻ്റെനൻസ് നടത്താനും എല്ലാം ഒരു അവസരമാണ് ഈ PPP കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഗവർണൻസിൽ ഈ മാർക്കറ്റ് ഏതെല്ലാം രീതിയിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതത്രയും കാര്യങ്ങൾ എഴുതി നമുക്കത് സമ്മറൈസ് ചെയ്യാം. ടെക്സ്റ്റിൽ ഒരുപാടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ എഴുതണം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൈവേ, റെയിൽവേ, പോർട്ട്, പിന്നെ എയർപോർട്ട്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, അവിടെയെല്ലാം PPPs ഉണ്ട്. നമുക്കും അറിയാമല്ലോ അല്ലേ? പിന്നെ PPP സ്ട്രാറ്റജി ഹാസ് ബീൻ ഇൻ പ്ലേസ് അറ്റ് ഓൾ ലെവൽ ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് സ്ട്രാറ്റജി നമുക്ക് കാണാം. പക്ഷേ ബട്ട് ദ പെർഫോമൻസ് ഓഫ് എനി PPP പ്രോജക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവിടെ അത് സക്സസ് ആകുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ ഒരു കാര്യക്ഷമമായ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാവണം, അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ. എങ്കിൽ മാത്രമേ അതവിടെ സക്സസ് ആവുള്ളൂ. അത്തരം കാര്യങ്ങളാണ് നമ്മൾ റോൾ ഓഫ് മാർക്കറ്റിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ റോൾ ഓഫ് സിവിൽ സൊസൈറ്റിയാണേ. ഈ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിൽ സൊസൈറ്റി എന്ന് നമുക്കറിയാം. പൗരസമിതി, നമ്മൾ നേരത്തെ ഗ്ലോബലൈസേഷൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സിവിൽ സൊസൈറ്റി വന്ന സാഹചര്യവും എന്താണ് സിവിൽ സൊസൈറ്റി എന്നൊക്കെ അല്ലേ. സിവിൽ സൊസൈറ്റി ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട്ണർ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് വികസനം കൊണ്ടുവരുന്നതിൽ, വികസന പ്രവർത്തനങ്ങളിൽ ഒരു ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് ഗവർണൻസിലോട്ട് ഒരു മാറ്റം ഉണ്ടായ സമയത്ത് ഈ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ഓക്യുപ്പൈസ് എ പിവോട്ടൽ റോൾ. ഒരു പിവോട്ടൽ റോളാണ് ഈ സിവിൽ സൊസൈറ്റിക്ക് ഉണ്ടായത്. അതായത് രാജേഷ് ടണ്ടൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതെന്ന് വെച്ചാൽ, രാജേഷ് ടണ്ടൻ ഗിവ്സ് എ ടൈപ്പോളജി ഓഫ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ ആസ്. ഇന്ത്യയിലുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരുന്നു? ട്രഡീഷണൽ അസോസിയേഷൻസ്, റിലീജിയസ് അസോസിയേഷൻസ്, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, മെമ്പർഷിപ്പ് അസോസിയേഷൻസ്, ഇൻ്റർമീഡിയറ്ററി അസോസിയേഷൻസ് എല്ലാം വരുന്നുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. The civil society can include a small voluntary group which work for preservation of the local heritage structure, or a giant organization which advocates for low carbon footprint in rural household. അതായത് നമുക്കറിയാമല്ലേ എന്താണ് ഈ സിവിൽ സൊസൈറ്റിയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, വർക്ക് ഫോർ പ്രിസർവേഷൻ ഓഫ് ദ ലോക്കൽ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്. അതായത് ലോക്കൽ ലെവലിലുള്ള പാരമ്പര്യമായിട്ട് നമുക്ക് ഉള്ള സ്ട്രക്ചേഴ്സ്, അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെ എല്ലാം പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കുക. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാർബൺ എമിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഈ കാർബൺ എമിഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലെല്ലാം ശ്രമിക്കുന്നത്. കാർബൺ എമിഷൻ കുറച്ചു കൊണ്ടുവരുന്നത് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സിവിൽ സൊസൈറ്റി നിലകൊള്ളുന്നത് റൂറൽ ഏരിയാസിൽ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫങ്ഷനായിട്ട് ഇവിടെ പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ സിവിൽ സൊസൈറ്റിക്കകത്ത് സെൽഫ്
ഹെൽപ്പ് ഗ്രൂപ്പ് വരെ വരും. അതായത് സ്വയം സഹായ സംഘങ്ങളെല്ലാം ഈ സിവിൽ സൊസൈറ്റിക്കകത്ത് വരുന്നതാണ്. നമ്മൾ പറഞ്ഞതല്ലേ, ഒരു വുമണിൻ്റെ ഷോപ്പ് അങ്ങനെ പോലും, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ദാറ്റ് റൺസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഷോപ്സ് ഓർ അഡ്ഹോക് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വിച്ച് എൻഗേജ് ഇൻ ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്, ഇതിനെല്ലാം നമുക്ക് എന്തായി കണക്കാക്കാം? സിവിൽ സൊസൈറ്റി ആയിട്ട് തന്നെ കണക്കാക്കാം. പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ വേറൊരു പ്രധാന എയിം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ദ ഗവൺമെൻറ് റെസ്പോൺസീവ് ടു ദ സിറ്റിസൺസ് ആസ്പിറേഷൻസ്. ജനങ്ങളുടെ ആസ്പിറേഷൻസിന് ആവശ്യമായ രീതിയിൽ ഗവൺമെൻറ്റിനെ റെസ്പോൺസീവ് ആക്കുക എന്നതാണ് ഈ സിവിൽ സൊസൈറ്റീസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ RTI ആക്ട് ഉണ്ടല്ലോ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. അത് കൊണ്ടുവരാനായിട്ട് വർക്ക് ചെയ്തത് കിസാൻ മസ്ദൂർ ശക്തി സംഗഠൻ എന്ന് പറയുന്ന രാജസ്ഥാനിലുള്ള ഒരു സംഘടനയാണ്. ആ സംഘടന എന്തിലാണ് വരുന്നത്? സിവിൽ സൊസൈറ്റി തന്നെ വരുന്ന ഒരു സംഘടനയായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് അവിടെ എഴുതാം. പിന്നെന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ 12th 5-year പ്ലാൻ, 12ാമത് പഞ്ചവത്സര പദ്ധതിയിൽ 2012-2017 കാലഘട്ടമാണ് 12ാമത് പഞ്ചവത്സര പദ്ധതി വരുന്നത്. അങ്ങനെ ആ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ദ പ്ലാനിംഗ് കമ്മീഷൻ ഇൻവൈറ്റഡ് ദ ഇൻപുട്ട് ഓഫ് സിവിൽ സൊസൈറ്റി. ആദ്യമായിട്ട് സിവിൽ സൊസൈറ്റിയുടെ ഇൻപുട്ടുകളെ പ്ലാനിംഗ് കമ്മീഷൻ ഇൻവൈറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു ഐഡൻറ്റിഫൈ ദ ഗവർണൻസ് ചാലഞ്ചസ് ഇൻ സ്പെസിഫിക് ഏരിയാസ്. അവരുടെ ഓരോ ഏരിയാസ്, അവർ വർക്ക് ചെയ്യുന്ന ഓരോ സിവിൽ സൊസൈറ്റീസും വർക്ക് ചെയ്യുന്ന ഏരിയാസിലുള്ള ഗവർണൻസിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. Further, the civil society that was engaged was asked to conduct consultations with the marginalized communities, youth, destitute women, transgender, minority, disabled, etc. അതായത് ഈ സിവിൽ സൊസൈറ്റീസിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അതായത് മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നമ്മളിങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെയാണ് മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടല്ലോ, ഈ വേശ്യവൃത്തിയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ, അവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കില്ല. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ ഈ അംഗവൈകല്യമുള്ളവരെ, അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ നിങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് 12th 5-year പ്ലാനിലൂടെ പ്ലാനിംഗ് കമ്മീഷൻ സിവിൽ സൊസൈറ്റീസിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഈ 12th 5-year പ്ലാനിൽ പ്ലാൻ കൊണ്ടുവന്നു. സിവിൽ സൊസൈറ്റിക്ക് ഒരു വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് കൊടുത്തു. അപ്പം ഈ സിവിൽ സൊസൈറ്റിയുടെ റോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഡെവലപ്മെൻറ്റ് ഏത് മേഖലയിൽ എങ്ങനെ കൊണ്ടുവരണം എന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് സിവിൽ സൊസൈറ്റി ആണ്. സിവിൽ സൊസൈറ്റിയുടെ ഹെൽപ്പിലാണ് ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഗവർണൻസ് കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നത്. അപ്പോൾ ഈ സിവിൽ സൊസൈറ്റിയിലെ റോള് ഗവേണൻസിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ 12th 5-year പ്ലാനിലൂടെ തന്നെ നമുക്ക് പറയാം എക്സാമ്പിളായിട്ട്. അതായത് 12th 5-year പ്ലാൻ തന്നെ സിവിൽ സൊസൈറ്റീസിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് റോളിനെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് എത്രത്തോളം ഗവേണൻസിന് സിവിൽ സൊസൈറ്റിയിൽ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് ഈ 12th 5-year പ്ലാനിലൂടെ തന്നെ മനസ്സിലാകും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് സിവിൽ സൊസൈറ്റിയിൽ വരുന്നത്. ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അടുത്ത ടോപ്പിക്ക്. ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി വേറെ ഒന്നുമല്ല, ഈ നമ്മുടെ ഭരണത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സൂചകങ്ങൾ കൊണ്ടുവന്നേക്കുവാണ്. ഭരണം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഇഫക്റ്റീവാണ് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ സൂചകങ്ങൾ, അതാണ് ഈ ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് മെക്കാനിസം ടു മെഷർ ആൻഡ് മാനേജ് ഗവർണൻസ് ഈസ് ടു ആക്സസ് ദ വേ ഇറ്റ് ഫങ്ഷൻ. അതായത് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് പോലെ ഇരിക്കും അതിനെ മെഷർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. ഇഫ് യു കാൺട്ട് മെഷർ ഇറ്റ് യു കാൺട്ട് മാനേജ് ഇറ്റ്. നമുക്കത് മെഷർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയില്ല. അതായത് ഈ പെർഫോമൻസിനെ നമ്മൾ മെഷർ ചെയ്യേണ്ടത് എത്രത്തോളം അനിവാര്യമാണെന്നാണ് ആ കോട്ടിലൂടെ പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വയലൻസ്, പിന്നെ ഗവൺമെൻറ് എഫക്റ്റീവ്നെസ്, റെഗുലേറ്ററി ക്വാളിറ്റി, റൂൾ ഓഫ് ലോ, കൺട്രോൾ ഓഫ് കറപ്ഷൻ. ഇത്രയും സൂചകങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഗവർണൻസിനെ മെഷർ ചെയ്യുന്നത്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഈ ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ വേൾഡ് ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്.
World governance indicators came out with a framework to measure the indicators across the world to measure governance performance to facilitate aid and assistance. എയ്ഡും അസിസ്റ്റൻസും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഗവേണൻസ് പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നത്. The governance indicators include voice and accountability, political stability and absence of violence, government effectiveness, regulatory quality, rule of law, കൺട്രോൾ ഓഫ് കറപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഗവേണൻസ് ഇൻഡിക്കേറ്റേഴ്സിനകത്ത് വരുന്നത്. ഇനി അതിനകത്ത് വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് നോക്കാം. വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ citizens' voice and accountability are key governance indicators that point out the ability of citizens to exercise their freedom and articulate their priorities and to hold concerned stakeholders responsible for their actions. ഇവിടെ എന്ന് പറഞ്ഞാൽ വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഗവേണൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ്. എന്തെന്ന് വെച്ചാൽ ഇത് എന്താണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കഴിവിനെയാണ്, അവരുടെ ഫ്രീഡം, അവരുടെ അവകാശങ്ങളെയും അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ മുൻഗണനകളെയും ഒക്കെ അവർക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അവർക്കതിനുള്ള സാഹചര്യം ലഭിക്കുന്നുണ്ടോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആളുകൾ റെസ്പോൺസിബിൾ ആണോ എന്നും അവിടെ ചെക്ക് ചെയ്യുന്നു. ഇത് രണ്ടുമാണ് വോയിസ് ഓഫ് അക്കൗണ്ടബിലിറ്റിയിൽ പറയുന്നത്. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനിലൂടെയാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്റ്റിൽ സോഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ സോഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഗവർണൻസ് ടൂളാണിത്. ടു മോണിറ്റർ ദ ഒഫീഷ്യൽ റെക്കോർഡ്സ്, ക്വാളിറ്റി ഓഫ് വർക്ക്. ഒഫീഷ്യൽ റെക്കോർഡുകളിൽ മോണിറ്റർ ചെയ്യാനും അതുപോലെ വർക്കിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനും ആൻഡ് ടു ഡിറ്റർമൈൻ വെദർ ദ അലോക്കേറ്റഡ് റിസോഴ്സസ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി അറ്റ് ദ വില്ലേജ് ലെവൽ. അതായത് അനുവദിച്ച ഫണ്ടുകൾ അല്ലെങ്കിൽ അനുവദിച്ച റിസോഴ്സസ് കറക്റ്റായിട്ട് അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ പറഞ്ഞ MGNREGA ആക്റ്റിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. അത് ഒരു വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റിക്ക് എക്സാമ്പിളാണ്. ജനങ്ങളുടെ കഴിവുകളും ജനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടോ എന്നും അതുപോലെ അതിനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നും അവിടെയുള്ള ആളുകൾ റെസ്പോൺസീവ് ആണോ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ റെസ്പോൺസീവ് ആണോ എന്നൊക്കെ ഈ സോഷ്യൽ ഓഡിറ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ആക്റ്റിലെ കാര്യത്തിലെടുക്കുമ്പോൾ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വയലൻസ് ആണ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്ഥിരതയാണ്. രാഷ്ട്രീയ സ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം. പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല നമുക്ക് വേണ്ടത്. അതുപോലെ പ്രഡിക്റ്റബിൾ പോളിസീസ് that foster economic stability, consumer price index, social investment and the capacity of the government to cope with the financial risk of any magnitude. അതുപോലെ നമുക്കൊരു സ്ട്രോങ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ നല്ല പോളിസീസ് ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സാമ്പത്തിക സ്റ്റെബിലിറ്റി, നമ്മുടെ സാമ്പത്തിക സ്ഥിരത, അതുപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, പിന്നെ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ എന്തെല്ലാം ഫിനാൻഷ്യൽ റിസ്ക് വന്നാലും അതിനെയൊക്കെ നേരിട്ട് പോകാൻ പ്രാപ്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേബിൾ ആൻഡ് എക്കണോമിക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് നമുക്ക്, അല്ലെങ്കിൽ ഗവർണൻസ് ആണ് നമുക്കിവിടെ ആവശ്യം. അതുപോലെ ആബ്സെൻസ് ഓഫ് വയലൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രിപ്പയർഡ്നെസ് ആണ് ടു ടെറർ അറ്റാക്സ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ടാക്കിൾ മോബ് വയലൻസ്. ഭയങ്കരമായ വയലൻസോ അല്ലെങ്കിൽ വാറോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെൻറ് പ്രിപ്പയർഡായി ഇരിക്കണം അതിനെയൊക്കെ നേരിടാനായിട്ട്. അതായത് അവിടെ എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? സിറ്റിസൺസിൻ്റെ സേഫ്റ്റി. അവിടെ അതാണ് വരുന്നത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വയലൻസ് അതൊരു സൂചകമാണ് ഗവർണൻസിനെ അളക്കുന്നതിനുള്ള. എത്രത്തോളം പൊളിറ്റിക്കൽ സ്റ്റേബിൾ ആണെന്നും അതുപോലെ എത്രത്തോളം ആബ്സെൻസ് ഓഫ് വയലൻസ് ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിലൂടെ ഭരണം എന്താണെന്ന് മനസ്സിലാക്കാം, നമ്മുടെ ഭരണത്തിൻ്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്, ദിസ് റെഫേഴ്സ് ടു ദ പെർസെപ്ഷൻ ഓഫ് പബ്ലിക് സർവീസ് ക്വാളിറ്റി. പബ്ലിക് സർവീസിലുള്ള പൊതു സേവനങ്ങളിലുള്ള ക്വാളിറ്റി
such as efficiency in resource mobilization, access to clean drinking water, affordable health care and education, good infrastructure, food security, civil service integrity. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പൊതു സേവനങ്ങളുടെ ക്വാളിറ്റിയാണ്. എന്തിലെല്ലാമാണ്? ഇപ്പോൾ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആയാലും, അതുപോലെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ, പിന്നെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം നമ്മുടേത്. ഫുഡ് സെക്യൂരിറ്റി എല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഗവേണൻസിൻ്റെ പോരാക്കുറവായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അതൊരു സൂചകമാണ്. അടുത്തത് നോക്കിയേ, റെഗുലേറ്ററി ക്വാളിറ്റി. റെഗുലേറ്ററി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മോണിറ്ററി പോളിസീസ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ദാറ്റ് പ്രൊമോട്ട് ബിസിനസ് എൻ്റർപ്രൈസസ്. ഇത് എന്തുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, ബിസിനസ് എൻ്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ റെഗുലേറ്ററി ക്വാളിറ്റി വരുന്നത്. മൈക്രോ ആയാലും മാക്രോ ആയാലും, മൈക്രോ ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറുകിട ബിസിനസ്, മാക്രോ എന്ന് പറഞ്ഞാൽ വൻകിട ബിസിനസ്. പിന്നെ സിംപ്ലിഫൈഡ് ടാക്സ് ലോസ്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ടാക്സ് നിയമങ്ങൾ, പിന്നെ സ്റ്റിമുലേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ്, സബ്സിഡീസ്, ഇഫക്റ്റീവ് ഗവൺമെൻറ് ടു ബിസിനസ് ഇൻ്റർഫേസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബിസിനസ്സിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന കാര്യങ്ങളാണ് ഈ റെഗുലേറ്ററി ക്വാളിറ്റിയിൽ വരുന്നത്. അതിന് എക്സാമ്പിളാണ് സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. പിന്നെ സെബി 1992 വരുന്നത്. പിന്നെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ട്രായ്, ഇൻ 1997. അതായത് ഈ സെബി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ആയി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ബോർഡാണ് ഇത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ടെലികോം ആക്ടിവിറ്റീസ് എല്ലാം നിയന്ത്രിക്കുന്നത് ട്രായ് ആണ്. 1997 ട്രായ് വരുന്നത്. അപ്പോൾ ഓരോ മേഖലയിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുവന്ന് അവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സിനെ കറക്റ്റായിട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ റെഗുലേറ്ററി ക്വാളിറ്റിയുടെ കാര്യത്തിൽ വരുന്നത്. ഇവിടെ ഈ ഒരു മേഖലയിൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിലൂടെ ഗവർണൻസ് എത്രത്തോളം ഉണ്ട്, ഗവർണൻസിൻ്റെ ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഗവർണൻസ് എത്രത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നാണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഇനി റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റൽ ഇൻഡിക്കേറ്ററാണ്, പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ്, വിച്ച് ഇൻറ്റൻസ് ടു മെയിൻറ്റെയിൻ ഹാർമണി ഇൻ ആൻ ഓപ്പൺ സൊസൈറ്റി. ഇല്ലേ, ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ തന്നെയാണ്. വെയർ പ്രൈവറ്റ് സെക്ടർ ആൻഡ് സിവിൽ സൊസൈറ്റി ജോയിൻലി വർക്ക് വിത്ത് ദ ഗവൺമെൻറ് ടു റിസോൾവ് കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ്. കോംപ്ലക്സ് ആയിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ, ഭയങ്കര സങ്കീർണമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ ഗവൺമെൻറ്റിന് നേരിടാൻ കഴിയുന്നത് നമ്മുടെ പ്രൈവറ്റ് സെക്ടറിനെയും അതുപോലെ സിവിൽ സൊസൈറ്റീസിനെയും ഒരുപോലെ കൂട്ടിയിണക്കി കൊണ്ടുപോകുന്നതിലൂടെയാണ്. വിത്ത് ദ engagement of various stakeholders in public service delivery, the state is expected to safeguard the citizens against arbitrary actions of the സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് ഇൻ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ് ആൻഡ് റെമഡീസ്. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലേ. ഒരു ബിസിനസ് തുടങ്ങാനും അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാനും, അതുപോലെ ഇപ്പം മാർക്കറ്റിൽ തന്നെ എന്തെല്ലാം വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല ഇൻവെൻഷൻസ് അവർ കൊണ്ടുവരുക അല്ലേ, മാറ്റങ്ങൾ. പ്രോഡക്റ്റ് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന പ്രോഡക്റ്റൊക്കെ നാളെ ഭയങ്കര മാറ്റത്തോടു കൂടിയാണ് കാണുന്നത്. അതായത് ഈ ലാഭം മാത്രം നോക്കിക്കൊണ്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ജനങ്ങൾക്ക് അത് ദോഷകരമായി ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, അതും ഒരു സർവീസ് തന്നെയാണല്ലോ ജനങ്ങൾക്കുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാൽ പ്രാക്ടീസസിൽ നിന്നെല്ലാം നമ്മുടെ സിറ്റിസൺസിനെ സംരക്ഷിക്കേണ്ടത് റൂൾ ഓഫ് ലോ ആണ്, നിയമവാഴ്ചയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. Competition Commission of India was established in 2003. Competition Commission is entrusted to give its opinion on competition issues with the matters are preferred by any statutory authority. അതായത്
ഈ കോമ്പറ്റീഷൻ ഇഷ്യൂസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2003 എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. For example, in 2018, based on the complaints from Flipkart, Facebook and several other companies in Indian market, CCI had imposed a 136 crore fine on Google for manipulating its dominant position in the market by favoring its own services and partners. ഗൂഗിളിന് പിന്നെ ഒരു 136 കോടിയുടെ ഫൈൻ കൊടുത്തതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി കൺട്രോൾ ഓഫ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അഴിമതിയെ കൺട്രോൾ ചെയ്യുക. ഇറ്റ് റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഹാൻഡ്ലിങ് ആൻഡ് പ്രിവെൻറ്റിങ് കറപ്റ്റ് പ്രാക്ടീസസ്. അഴിമതി പ്രവർത്തനങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതും പ്രിവെൻറ്റ് ചെയ്യുന്നതും അത് ചെയ്യുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ കഴിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ പോസ്റ്റ് ഗ്ലോബലൈസേഷനും അതുപോലെ ദ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാവ് persuaded organizations to automate processes that are vulnerable to corruption through information communication technology. അതായത് നമുക്കറിയാം പോസ്റ്റ് ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ റിസൾട്ടായിട്ട് അഴിമതി എവിടെ വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. ഈ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ കടന്നു വരവോടുകൂടി എല്ലാ പ്രോസസ്സും ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. ഇതിൽ നമുക്ക് അഴിമതിക്കുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അഴിമതി തടയുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെൻറ്റിൻ്റെ കപ്പാസിറ്റി എത്രത്തോളമുണ്ട്, അതെന്തിനെ വ്യക്തമാക്കുന്നു, അതിൻ്റെ ഭരണം എത്രത്തോളമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഭരണം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ദ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവർണൻസ് ഉമാങ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എ സിംഗിൾ പ്ലാറ്റ്ഫോം ഇൻറ്റൻഡഡ് ടു ആക്സസ് എ വൈഡ് റേഞ്ച് ഓഫ് സിറ്റിസൺ സെൻട്രിക് സർവീസസ് അക്രോസ് സർവീസ് പ്രൊവൈഡേഴ്സ് വിത്തൗട്ട് എനി മാനിപ്പുലേഷൻ ഒന്നും നടത്താതെ തന്നെ ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് സിറ്റിസൺ സെൻട്രിക് സർവീസസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമാണ് ഉമാങ് എന്ന് പറയുന്നത്. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവർണൻസ്. എല്ലാ മൊബൈൽസിലും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, മൊബൈലിലും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗവർണൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സിനകത്ത് വരുന്നത്. വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വയലൻസ്, ഗവൺമെൻറ് എഫക്റ്റീവ്നെസ്, റെഗുലേറ്ററി ക്വാളിറ്റി, റൂൾ ഓഫ് ലോ, കൺട്രോൾ ഓഫ് കറപ്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഹെഡിങ് എങ്കിലും പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് നമുക്ക് എഴുതാൻ കഴിയും അല്ലേ. വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും ആബ്സെൻസ് ഓഫ് വയലൻസ്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്, പിന്നെ റെഗുലേറ്ററി ക്വാളിറ്റി, റൂൾ ഓഫ് ലോ, പിന്നെ കൺട്രോൾ ഓഫ് കറപ്ഷൻ. ഇത്രയും ഹെഡിങ്സ് എടുത്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് കൈന്നിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുത്തതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ അത് വായിച്ചു വെക്കുക. ഇന്നത്തേക്ക് ഇത്രയും മതി. ഇപ്പം നമ്മൾ യൂണിറ്റ് 3 കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു ഇമ്പോർട്ടൻ്റ് യൂണിറ്റ് ആണ്. ഇതിൽ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ റോളും ചോദിച്ചിട്ടുണ്ട്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ റോളും ചോദിച്ചിട്ടുണ്ട്, ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സും ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടെക്സ്റ്റ് വായിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കി ടെൻഷൻ അടിക്കേണ്ട. ഞാനാ തന്നേക്കുന്ന നോട്ട്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആ 20 മാർക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാം നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എഴുതുന്നത് പോലെ ഇരിക്കും. ഞാൻ എപ്പോഴും പറയുന്നതുണ്ട്, നമ്മളൊരു ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യുന്നു അതുപോലെയാണ് നമ്മളുടെ മാർക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ പോയിൻ്റ് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ അത് എഴുതി ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഈ യൂണിറ്റുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും.